ഹലോ, സൈലം ടീച്ചിങ് എക്സാമിൻ്റെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ 5ാമത്തെ മൊഡ്യൂളിൽ 2 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷനും രണ്ടാമത്തത് വെക്റ്റർ ആൾജിബ്രയും. അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് HSA മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. d³ y/dx³ പ്ലസ് 3d²y/dx² പ്ലസ് 3dy/dx പ്ലസ് y = x എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ ഓർഡർ, ഡിഗ്രി ഇവ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. y" പ്ലസ് y" പ്ലസ് 3 × y" പ്ലസ് 3 × y' പ്ലസ് y = x എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ ഓർഡർ എന്താണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ക്രമം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് മലയാളത്തിൽ കൃതി അല്ലെങ്കിൽ കൃത്യംഗം എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഓർഡർ, ക്രമം എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുക. ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് 3 ആണ്. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് വരുന്നത്. അപ്പൊ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡറിനെയാണ് നമ്മൾ ഓർഡർ, ക്രമം എന്ന് വിളിക്കുക. അപ്പൊ ഇയാളുടെ ക്രമം 3 ആണ് വരുന്നത്. രണ്ടാമതായിട്ട് ഡിഗ്രി, കൃതി എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ എത്രയാണോ അതിനെയാണ് നമ്മൾ കൃതി അല്ലെങ്കിൽ ഡിഗ്രി എന്ന് വിളിക്കുക. y" എന്ന് പറയുന്നതാണ് അതിലുള്ള ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിന്റെ ഏറ്റവും വലിയ പവർ അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഇപ്പോൾ y" ഉണ്ടെങ്കിൽ കൃതി 2 ആവുമായിരുന്നു. y" ഉണ്ടെങ്കിൽ കൃതി 3 ആവുമായിരുന്നു. ഇവിടെ y" മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടുത്തെ കൃതി എത്രയാ? 1. അപ്പൊ ഓർഡർ 3 ആണ്, ഡിഗ്രി, കൃതി 1 ആണ്. ഉത്തരം ഓപ്ഷൻ എ വരുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇയാൾ HSAയുടെ 2016 ചോദിച്ച ചോദ്യമായിരുന്നു. HSAയുടെ 2016 ചോദ്യം. d²y/dx² പ്ലസ് n⁴x = 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡർ, ഡിഗ്രി എന്നിവ എത്രയാണെന്നാണ് ചോദ്യം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. y" പ്ലസ് n⁴x = 0. ഇതിന്റെ ഓർഡറും ഡിഗ്രിയും എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓർഡർ പറയണം, അതുപോലെ തന്നെ ഡിഗ്രിയും പറയണം. ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഇക്വേഷനിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ. ഇവിടെ y" ആണ് വലുത് വരുന്നത്. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ആണ്. ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവേ ഉള്ളൂ. അപ്പോൾ ഓർഡർ എന്തായാലും 2 ആകാനേ സാധ്യതയുള്ളൂ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഏറ്റവും വലിയ പവർ ആരാ? y" പവർ എന്ന് പറയുന്നത് ആരുമില്ല. അപ്പൊ പവർ 1 ആണ്. അപ്പൊ ഡിഗ്രി 1 ആണ്. അപ്പൊ ഇയാളുടെ ഓർഡർ 2ഉം ഡിഗ്രി 1 ആണ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. n⁴ എന്ന് പറയുന്ന ആ ടേം തന്നിട്ടുള്ളത് തന്നെ ഡിഗ്രി തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാ. ഡിഗ്രി അറിയാതെ 2, 4 എന്ന് കുത്തും എന്ന് വിചാരിച്ചിട്ടാണ് ഓപ്ഷനിൽ അത് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്നെ ആരാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. y' ടേമിലുള്ള ആളൊക്കെ ആണെങ്കിൽ മാറിപ്പോവും. ഇവിടെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഉത്തരം വരുന്നത് 2, 1. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. d³ y/dx³ - 6 × dy/dx² - 4y = 0 ഇയാളുടെ ഓർഡറും ഡിഗ്രിയും കാണണം. കന്നഡ മീഡിയത്തിൽ HSA മാത്തമാറ്റിക്സിന്റെ 2018 എങ്ങാണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. കാണാനുള്ളത് ഡിഗ്രിയും ഓർഡറും തന്നെയാണ്. കണ്ടു നോക്കാം. ആദ്യം ഇതൊന്ന് എഴുതി നോക്കാം. എന്താ ഇക്വേഷൻ? y" - 6 × y' - 4y = 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓർഡറും ഡിഗ്രിയും എഴുതി നോക്കാം. ആദ്യം ഓർഡർ. ഇവിടെ ഏതൊക്കെയാ ഓർഡർ വരുന്നത്? തേർഡ് ഓർഡറും വരുന്നുണ്ട്, ഫസ്റ്റ് ഓർഡറും വരുന്നുണ്ട്. ഹയസ്റ്റ് ഓർഡർ തേർഡ് ഓർഡർ ആണ്. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്.
ഇനി ഡിഗ്രി എത്രയാന്നുള്ള കാര്യം നോക്കാം. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഓർഡറിന്റെ പവർ. ഇവിടെ y ഡാഷിന്റെ പവർ 2 ഉണ്ട്, അപ്പൊ ഹയസ്റ്റ് പവർ 2 എഴുതി വെക്കരുത്, അങ്ങനെയല്ല. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ y ട്രിപ്പിൾ ഡാഷിന്റെ പവർ വേറെ ഒന്നുമില്ല, അപ്പൊ 1 ആണ്. അപ്പൊ ഓർഡർ 3ഉം ഡിഗ്രി 1ഉം ഓപ്ഷൻ സി ടിക്ക് ചെയ്യാം. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ക്രമവും ഡിഗ്രിയും എന്താണ്? ഒരു ഡിഫറൻഷ്യൽ സമവാക്യം തന്നിട്ടുണ്ട്, എന്താ തന്നത് എന്ന് എഴുതി നോക്കാം. d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ y ഡാഷ് ഹോൾ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു y. ഇയാളുടെ ക്രമവും ഡിഗ്രിയും എത്രയാണെന്നുള്ള കാര്യം പറയണം. പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂല. നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂല. കാരണം എന്താ? നോക്കിക്കോ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് പോളിനോമിയൽ ഫോമിലല്ല കിടക്കുന്നത്. y ഡബിൾ ഡാഷ് ഓക്കെയാണ്. y ഡാഷ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് പോളിനോമിയൽ രൂപത്തിലല്ല കിടക്കുന്നത്, റൂട്ടിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മാറ്റി എഴുതിയിട്ട് വേണം ഡിഗ്രിയിലേക്കും ഓർഡറിലേക്കും പോകാൻ. അതെങ്ങനെയാ മാറ്റി എഴുതുക എന്നുള്ള കാര്യം നോക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇയാൾ അവിടെ തന്നെ നിർത്താം. റൂട്ട് 1 മൈനസ് y ഡാഷ് ഹോൾ ക്യൂബിനെ അവിടെ തന്നെ നിർത്താം. ഈ y ഡബിൾ ഡാഷിനെ തെക്കോട്ടെടുത്താൽ y മൈനസ് y ഡബിൾ ഡാഷ് എന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇനി ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഞാൻ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു സ്ക്വയർ ഇട്ടു, ഇവിടെ ഒരു സ്ക്വയർ ഇട്ടു. അപ്പൊ എന്താ ഉത്തരം കിട്ടുക? ഇവിടെ 1 മൈനസ് y ഡാഷ് ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ y മൈനസ് y ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ. ഇപ്പൊ എല്ലാം പോളിനോമിയൽ രൂപത്തിലായി. ഇനി നമുക്ക് ഓർഡറും ഡിഗ്രി എഴുതാം. ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ആരാ നോക്കുക. y ഡബിൾ ഡാഷ് ഉണ്ട്, y ഡാഷ് ഉണ്ട്, y ഉണ്ട്. y ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഹയസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറാ. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞാൽ 2. ഇനി ഡിഗ്രി ആണ് കാണേണ്ടത്. ഇവരുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡറിന്റെ പവറാ. ഇവിടെ y ഡാഷിന്റെ പവർ 3, പക്ഷെ അതല്ല ഡിഗ്രി. ഹയസ്റ്റ് ഓർഡർ y ഡബിൾ ഡാഷ്, അതിന്റെ പവർ വരുന്നത് 2. അപ്പൊ ഡിഗ്രി 2, ഓർഡറും 2, ഡിഗ്രിയും 2. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് അത് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓർഡറും ഡിഗ്രിയും കാണുന്ന ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ സൊല്യൂഷൻ കാണുന്ന ചോദ്യത്തിലേക്ക് പോകാം. y ഡാഷ് ഈക്വൽ ടു -2xy എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പരിഹാരം കാണുക. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനൊക്കെ പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു, ലീനിയർ ഇക്വേഷൻ ഉണ്ടായിരുന്നു, എക്സാക്ട് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ, ഹോമോജീനിയസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. ഒരു ചോദ്യത്തിന് തന്നെ പല ടൈപ്പിലും സൊല്യൂഷൻ കണ്ടെത്താം. ഏറ്റവും എളുപ്പം ഏതാണോ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ കിട്ടുന്നത് ഏതാണോ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഡാഷ് സമം -2xy ആണ്. ഇയാളുടെ സൊല്യൂഷൻ കാണണം. ഓക്കെ, ഇയാളുടെ സൊല്യൂഷൻ കാണാൻ ആദ്യം ഇയാളൊന്ന് മാറ്റി ചെയ്താ ഇതിനെ dy ബൈ ഡി എക്സ് സമം -2xy എന്ന് എഴുതാം. ഇനി ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം. എന്താ വേരിയബിൾ സെപ്പറബിൾ ഫോം? എക്സും ഡി എക്സുകളൊക്കെ ഒരു സൈഡിലേക്കും വൈയും ഡി വൈകളൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മാറ്റാം. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ ഡി വൈ, അവിടുന്ന് ഒരു ഇൻറ്റു വൈ ഇങ്ങോട്ട് വരുമ്പോൾ ഡി വൈ ബൈ വൈ. ഇവിടെ ഒരു -2x ഉണ്ട്, പിന്നെ ഒരു ഡി എക്സും ഉണ്ട്. ഇപ്പൊ വേരിയബിളുകൾ സെപ്പറേറ്റ് ചെയ്തു. വൈയും ഡി വൈയും ഒരു സൈഡിലും എക്സും ഡി എക്സും മറ്റൊരു സൈഡിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ 1/y dy, ഇവിടെ ഇന്റഗ്രൽ -2x dx എന്ന് കിട്ടുന്നുണ്ട്. ഇന്റഗ്രൽ 1/y എന്ന് പറഞ്ഞാൽ ലോഗ് y ആണ്, പ്ലസ് ഒരു കോൺസ്റ്റന്റ് c1 ഉണ്ടായിരിക്കും. ഇവിടെ -2 കോമൺ ആയിട്ട് പുറത്തേക്ക് വെച്ചു. എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും c2. therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് y ഈ കോൺസ്റ്റന്റിനെ ഒരുമിച്ച് അങ്ങോട്ട് വെക്കാം അല്ലെ. എങ്ങനെയാ? -2 x²/2 പ്ലസ് c2 - c1. അതിന് ഞാൻ പുതിയൊരു കോൺസ്റ്റന്റ് ആക്കിയിട്ട് എഴുതി c നിട്ട് കൊടുക്കാം. അതിനൊരു പുതിയ കോൺസ്റ്റന്റ് ആക്കി c നിട്ട് കൊടുത്തു. ഇനി ഞാൻ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുക, ആ ലോഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ e log y സമം e ഈ 2 2 വെട്ടിയാൽ -x² പ്ലസ് c എന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് സിയും ലോഗും വെട്ടിയിട്ട് ഉത്തരം കിട്ടുന്നു y ഈക്വൽ ടു e -x² പ്ലസ് c എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുന്ന ഓപ്ഷൻ സി ആണ്. e -x² പ്ലസ് c എന്ന് പറഞ്ഞാൽ x² കൂടെയാണ്. ചോദ്യത്തിൽ കാണുമ്പോൾ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടായിരിക്കും, പക്ഷെ ഉദ്ദേശിച്ചത് e -x² പ്ലസ് c ആണ്. c മുകളിൽ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മെത്തേഡ് ചെയ്തത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
dy/dx മൈനസ് y ഈക്വൽ ടു e⁻x നിർധാരണം സൊല്യൂഷൻ ഏതാണ്? ഇത് 2022 HSAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. അതായത് കഴിഞ്ഞ തവണത്തെ HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇയാൾ. ചെയ്തു നോക്കാം. വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ ഇവിടെ നല്ലത്? അല്ല, ഇവിടെ നല്ലത് ലീനിയർ ഇക്വേഷന്റെ രൂപത്തിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും dy/dx പ്ലസ് py ഈക്വൽ ടു q. ഇതിൽ പിയും ക്യൂവും കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് എക്സ് ഓൺലി, എക്സിന്റെ ടേമിൽ മാത്രമുള്ള ഫംഗ്ഷനോ കോൺസ്റ്റന്റോ ആണ് പിയും ക്യൂ എങ്കിൽ ഈ രൂപത്തിൽ വരുന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുക ലീനിയർ ഇക്വേഷൻ ഇൻ എക്സ് എന്നാ വിളിക്കുക. ലീനിയർ ഇക്വേഷൻ ഇൻ എക്സ്. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയത് വേരിയബിൾ സെപ്പറബിൾ ഫോമുല. ഇനി നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് ലീനിയർ ഇക്വേഷന്റെ രൂപത്തിലാണ്. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്നതിൽ പിയും ക്യൂവും കോൺസ്റ്റന്റോ അല്ലെങ്കിൽ എക്സിന്റെ മാത്രം ടേമിലുള്ള ഫംഗ്ഷനോ ആണെങ്കിൽ നമ്മൾ പറയും ഇയാൾ ലീനിയർ ഇൻ എക്സ് ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx പ്ലസ് c. അതിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആരായിരുന്നു? e⁻ഇന്റഗ്രൽ p dx ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ചെയ്യുക. അപ്പൊ ആ രീതിയിലേക്ക് ഇയാളെ ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ആദ്യം ആ ഫംഗ്ഷൻ എടുക്കാം. dy/dx പ്ലസ് മൈനസ് വൈനെ -1 ഇൻറ്റു y എന്ന് എഴുതാം. രണ്ടാമത്തെ ആളെ e⁻x. അപ്പൊ നോക്ക്, ഇയാളാണ് നമ്മുടെ p, ഇയാളാണ് q. അത് കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ എക്സിന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആകാം. ശരിയാണ്, അങ്ങനെയാണ്. അപ്പൊ ഇയാൾ ലീനിയർ ആണെന്ന് കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഇനി നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. എങ്ങനെയാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക? e⁻ഇന്റഗ്രൽ p dx. ദാറ്റ് ഈസ് e⁻ഇന്റഗ്രൽ p എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു dx. ദാറ്റ് ഈസ് e⁻−1 ഇൻ ഇന്റഗ്രേഷൻ e⁻−x. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയിട്ടുണ്ട് e⁻−x. ഇനി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ y ഇൻറ്റു e⁻−x വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്ന് പറഞ്ഞാൽ ആരാ? e⁻x ആണ്. ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻−x ആണ്. പിന്നെ ഒരു dx ഉണ്ടാകും, പ്ലസ് ഒരു c ഉണ്ടാകും. ദാറ്റ് ഈസ് y e⁻−x വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ e⁻xും e⁻−xും ഗുണിച്ചാൽ e⁻x−x e⁻0 കാലി dx കിട്ടും, പിന്നെ ഒരു c ഉണ്ടാകും. അപ്പൊ ഉത്തരം y e⁻−x സമം ഇന്റഗ്രൽ കാലി dx ആണെങ്കിൽ ഉത്തരം x പ്ലസ് c എന്നുണ്ടായിരിക്കും. അപ്പൊ ഉത്തരം കിട്ടുക y e⁻x ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഇവിടുന്ന് y എന്ന് പറഞ്ഞാൽ x പ്ലസ് c ഡിവൈഡഡ് ബൈ e⁻−x ഉണ്ടാകും. ആ e⁻−x മുകളിലേക്ക് പോകുമ്പോൾ e⁻x ഇൻറ്റു x പ്ലസ് c എന്ന് കിട്ടുന്നു. ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് HSAയുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയാം, നന്നായിട്ട് നോക്കുക. ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഇയാൾ ലീനിയർ ഇക്വേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ സൊല്യൂഷൻ കാണാൻ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സമം ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c ചെയ്യാം. അതിൽ നമ്മൾ കണ്ടു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻ഇന്റഗ്രൽ p dx. അപ്പൊ dy/dx പ്ലസ് -1 ഇൻറ്റു y സമം e⁻x എന്ന് എഴുതാം. ഇവിടെ p എന്ന് പറഞ്ഞാൽ -1, q എന്ന് പറഞ്ഞാൽ e⁻x. അപ്പൊ ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക e⁻ഇന്റഗ്രൽ p dx. ദാറ്റ് ഈസ് e⁻ഇന്റഗ്രൽ -1 ഇൻറ്റു dx. ദാറ്റ് ഈസ് e⁻−x. അത് ഇന്റഗ്രേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ y e⁻−x, ഇവിടെ e⁻x ഇൻറ്റു e⁻−x എന്ന് പറഞ്ഞാൽ e⁻x-x, ദാറ്റ് ഈസ് e⁻0 1 dx. 1 dx ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x തന്നെ. അപ്പൊ y e⁻−x എന്ന് പറഞ്ഞാൽ x പ്ലസ് c. e⁻−x അങ്ങോട്ട് പോകുമ്പോൾ x പ്ലസ് c ഡിവൈഡഡ് ബൈ e⁻−x. e⁻−x മുകളിലേക്ക് എടുക്കുമ്പോൾ e⁻x ഇൻറ്റു x പ്ലസ് c എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. x dx പ്ലസ് y dy ഈക്വൽ ടു 0 അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ. അപ്പൊ ഈ രൂപത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് m dx പ്ലസ് n dy ഈക്വൽ ടു 0. ഇതില് ∂m/∂y-യും ∂n/∂x-ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഈ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സ് ഇല്ലാത്ത എന്നിന്റെ ടേം എടുക്കുക, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ഈക്വൽ ടു സി എന്നിട്ട് കൊടുക്കുക. ഇതാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. അതിൽ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ടേംസ് ഓഫ് എൻ വിച്ച് നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സ് ഇല്ലാത്ത എന്നിലെ ടേമുകൾ മാത്രം എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈക്വൽ ടു സി എന്നിട്ട് കൊടുക്കുക. അപ്പൊ ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ നമ്മൾ ഇതേ കോലത്തിലാണ് കിടക്കുന്നത്. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ സമം 0. ആദ്യം ഇയാൾ എക്സാക്റ്റ് ആണോ നോക്കാം. എം എന്ന് പറഞ്ഞാൽ എക്സ്, എൻ എന്ന് പറഞ്ഞാൽ വൈ. അപ്പൊ ഡോ എം ബൈ ഡോ വൈ, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ഡോ എൻ ബൈ ഡോ എക്സ്, വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. അപ്പൊ അത് രണ്ടും ഈക്വൽ ആകുന്നുണ്ട്. ദെയർഫോർ ഈ ഇക്വേഷൻ എക്സാക്റ്റ്. അപ്പൊ ഉത്തരം എങ്ങനെയാ കണ്ടെത്തുക? സിമ്പിളാ. ഇന്റഗ്രൽ എം ഡി എക്സ്, എം എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൻ എന്ന് പറഞ്ഞാൽ വൈ, അതിൽ എക്സ് ഇല്ലാത്ത ടേം എടുക്കണം. ഇപ്പോ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്ന ആള് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇത് വേണ്ട, വൈ മാത്രം എടുത്താൽ മതി. ഇവിടെ കുഴപ്പമില്ല, എൻ ഓൾറെഡി എക്സ് ഇല്ലാത്ത ടേമാ. അപ്പൊ ഇന്റഗ്രൽ വൈ ഡി വൈ എന്നിട്ട് കൊടുക്കണം, ഈക്വൽ ടു സി. എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2, വൈന്റെ ഇന്റഗ്രേഷൻ വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സി. Therefore x square plus y square divided by 2 equal to c. That is x square plus y square സമം 2c. അതിന് പുതിയൊരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുക, x square plus y square സമം c എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. അപ്പോൾ ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ is the right answer. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എക്സാക്റ്റ് അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ? കൂട്ടത്തിൽ എക്സാക്റ്റ് അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ നോക്കണമെങ്കിൽ ഡോ എം ബൈ ഡോ വൈ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ നാലാമത്തെ ഓപ്ഷൻ ഏക്ക് എടുത്തു നോക്കിയാൽ എം എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 4y. അതിൽ ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4. അടുത്തത് എൻ എന്ന് പറഞ്ഞാൽ 2x മൈനസ് 2y. അതിൽ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നേക്ക് കിട്ടുന്നത് 2. അപ്പൊ അവിടുന്ന് മനസ്സിലായി ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ അല്ല. അപ്പൊ എക്സാക്റ്റ് അല്ലാത്ത ഇക്വേഷൻ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ.